കൊച്ചി ഇടപ്പള്ളിയിൽ പുതുവത്സര രാത്രിയിൽ വീട് കയറി ആക്രമണം. 15 പേരടങ്ങുന്ന സംഘം വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? നവമി, എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട്? ഈ പുതുവർഷ ദിനത്തിന്റെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഇടപ്പള്ളി സ്വദേശിയായ അജയ് കുമാറും കുടുംബവും വളരെ വർഷങ്ങളായി അവിടെ താമസിച്ചു വരികയായിരുന്നു. സമീപവാസിയായ വിനിൽ കുമാറുമായി ചെറിയൊരു വാക്കുതർക്കം വർഷങ്ങളായി തന്നെ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇതിന്റെ ഒരു പ്രതികാരത്തിന്റെ ഭാഗമായി ആയിരുന്നു ഈ ഒരു ദിവസം അജയ് കുമാറും മകൾ അഖിലയും ഒപ്പം തന്നെ അവരുടെ ചില ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ചില പൂജയുമായി ബന്ധപ്പെട്ടായിരുന്നു ബന്ധുക്കളെല്ലാം എത്തിയിരുന്നത്. ഈ സമയത്താണ് മകൾ അഖിലയോട് ഈ സമീപവാസിയായ വിനിൽ കുമാറിന്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ അഖിലയോട് വീടിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അഖില താഴേക്ക് ചെല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിനിൽകുമാറിന്റെ കുടുംബത്തിലുള്ള, അതായത് ആ സമീപ പ്രദേശത്ത് വിനിൽകുമാറും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നു. ഇവർ ഈ വീട്ടിലേക്ക് വരികയും ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെ അടക്കം മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും ഈ മർദ്ദനത്തിൽ ഈ കുട്ടികളടക്കം ഏകദേശം ഒരു 16 പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേർ ചികിത്സയിലാണ് ഇപ്പോഴും ആശുപത്രിയിൽ. ഈ വീട്ടില് ഉണ്ടായ ഈ മർദ്ദനത്തെ തുടർന്ന് ഇവർ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം തല്ലുപിടിക്കുകയും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും എളമക്കര പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അജയ് കുമാറിന്റെ വീട്ടിലെത്തി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്ത വിനിൽ കുമാറിനെതിരെയും കുടുംബത്തിനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതിന്റെ അന്വേഷണം എളമക്കര പോലീസ് ഇപ്പോൾ നടത്തി വരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ.